പുഴി ശക്തമായ കടൽക്ഷോഭത്തിനിടെ കാണാതായ അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിനായുള്ള തിരച്ചിൽ കൂടുതൽ ശക്തമാക്കുമെന്നും ഇതിനുവേണ്ടി പ്രദേശവാസികളായ 10 മത്സ്യത്തൊഴിലാളികളെ കൂടി രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാക്കുമെന്നും മന്ത്രി CP ജോൺ ഉറപ്പു നൽകിയിരിക്കുകയാണ്. ഷിജിൻ്റെ കുടുംബാംഗങ്ങൾ, ഇടവക വികാരി ഫാദർ സന്തോഷ്, മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾ എന്നിവരുമായി അഞ്ചുതെങ്ങ് സെൻറ്റ് പീറ്റേഴ്സ് ഫറോന പള്ളിയിൽ നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഷിജിൻ്റെ ഭാര്യയുടെയും കുടുംബത്തിൻ്റെയും ദുഃഖത്തിൽ സർക്കാർ പൂർണ്ണമായും ഒപ്പമുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. മാത്രമല്ല, അഞ്ചുതെങ്ങ് മുതലപ്പൊഴി മേഖലകളിൽ വലിയ രീതിയിലുള്ള ആശങ്കകൾ ജനങ്ങൾക്കുണ്ടെന്നും പ്രധാനമായും മുതലപ്പൊഴി മേഖലയിലെ ശക്തമായ കടൽക്ഷോഭത്തിന് കാരണം അവിടെ സ്ഥാപിച്ചിട്ടുള്ള പുലിമുട്ടുകളാണ്. അശാസ്ത്രീയമായ രീതിയിലാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ ആശങ്കകൾ പരിഹരിക്കുമെന്നും അവരുമായി ബന്ധപ്പെട്ട് അവരുടെ കൂടി അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയുള്ളൂ എന്നും മന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. കടലിൻ്റെ സ്വഭാവം നന്നായി അറിയാവുന്ന 10 മത്സ്യത്തൊഴിലാളികളെയാണ് ഇപ്പോൾ ഷിജിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഫാദർ സന്തോഷത്തിൻ്റെ നേതൃത്വത്തിലായി 10 പേരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കളക്ട്രേറ്റിൻ്റെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമാക്കി ഇവരെ മാറ്റും. താൽക്കാലികമായി ആയിരിക്കും നിയമിക്കുക. ഷിജിനെ ജീവനോടെ തിരികെ കിട്ടുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പറഞ്ഞു. പിന്നീടുള്ള കാര്യങ്ങളിൽ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ച് മുഖ്യമന്ത്രിയും സർക്കാരും അനുഭാവപൂർണമായ തീരുമാനം തന്നെ എടുത്തിട്ടുണ്ട്. ഇതിന് പ്രശ്നങ്ങളുണ്ട്. കാര്യം പേര് ശരിക്കും ഇവിടെ കുറിച്ച് നാട്ടിലെ കുറിച്ച് ഒന്ന് പഠിക്കാതാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മളെ പഴയ ആൾക്കാരൊക്കെ ഉണ്ട്. അവരിത് പണി തുടങ്ങിയപ്പോഴേ ഇത് ബ്ലോക്ക് ചെയ്യിപ്പിച്ചാണ്. പിന്നെ ഇവർ ഭയങ്കര ശാസ്ത്രീയമായി പഠിച്ചിട്ടാണ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അവരെ വാടച്ചിട്ട് ഇവർ തുടങ്ങിയതാണ്. ഇതുവരെ നിലവിൽ ഇതായിപ്പോൾ പോയ 2 പേരെ കൂട്ടിയിട്ട് 87 പേര് ഇതിനകത്ത് മരിച്ചതാണ്. 87 എന്ന് പറഞ്ഞത് സാധാ കുടുംബത്തിലെ ആൾക്കാരാണ്. ഒരു കുടുംബത്തിലെ മെയിൻ ആൾക്കാരാണ് പോകുന്നത്. അങ്ങനെ പട്ടിണി അവരോട് കുടുംബങ്ങളിൽ നിന്നും നിലവിലുണ്ട്. അറിയാം, എല്ലാം ചാനൽ മൊത്തം വന്നതാണ്. ഈ പറയുന്നത് പോലെ ശാസ്ത്രീയമായ പണി നേരത്തെ പോലെ ഉണ്ട്, ഇപ്പോഴും സമ്പൂർണ്ണമല്ല. പിന്നെ ഇവർ ഡ്രഡ്ജിങ് അടക്കാത്തതിൻ്റെ വലിയൊരു വിഷയമുണ്ട്. കാര്യം മണ്ണ് കയറിയിട്ടാണ് ഇതിനകത്ത് തിരയൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ മണ്ണ് എടുത്ത് കളയാനുള്ള ഡ്രഡ്ജിങ് സംവിധാനം ഇതുവരെ ഇല്ല. ഒരു ചന്ദ്രഗിരി ട്രെജർ കൊണ്ട് ഇവിടെ ഇട്ടിട്ട് വെറുതെ അതിൻ്റെ മെയിൻ്റനൻസ് ചെയ്ത് സർക്കാരിൻ്റെ പൈസ കളയുന്ന കേസ്. അത് ഒരു ഉപയോഗം ഇല്ലാണ്ട് കിടക്കുക. പിന്നെ ഈ പറയുന്ന പോലെ ഈ പുഴയിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു 10-12 വർഷമായിട്ട് മൊത്തം അപകടമാണ്. ഈ റെഫ് സീസൺ എന്ന് പറഞ്ഞത് കുറഞ്ഞത് 2-3 മരണം നടക്കാതെ ഇന്നുവരെ പോയിട്ടില്ല. സ്റ്റാർട്ടിങ് കാലഘട്ടത്തിൽ 4-5 പേരൊക്കെയാണ് മരിച്ചിട്ടുള്ളത്. ഈ വർഷം ഇല്ല എന്ന് വിചാരിച്ചിരുന്നതാണ്. ഇതിലിപ്പോൾ 2 പേര് പോയത്. ഇനിയിപ്പോൾ ഒരാളെ ബോഡി കിട്ടാനുണ്ട്. പിന്നെ കുറച്ച് നമ്മുടെ മത്സ്യത്തൊഴിലാളിയുടെ സൈഡും കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. കാര്യം ഇവർ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മൾ റെസ്ക്യൂ കാർഡിലുള്ളതാണ്. കയറുമ്പോഴും ഇറങ്ങുമ്പോഴെങ്കിൽ നിങ്ങളൊന്ന് ലൈഫ് ജാക്കറ്റ് ഇടാൻ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് അവരുടെ അടുത്ത്. ലൈഫ് ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ നമുക്ക് ബോഡി ആളെ എടുക്കാൻ പറ്റും. അന്ന് കയ്യാ കാല തട്ടി തല പൊട്ടിയാൽ എന്നുള്ള കൈ ഒടിഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് ആളെ കിട്ടും. പക്ഷേ ഇവർ എക്സ്പീരിയൻസ് വെച്ച് നീന്താൻ അറിയാമെന്നുള്ള എക്സ്പീരിയൻസ് വെച്ച് കുറച്ച് ആൾക്കാരുള്ളത് അങ്ങനെ അനുസരണക്കേട് കാണിച്ച് പോകുന്നത്. പക്ഷേ ഇവർ ലൈഫ് ജാക്കറ്റിൻ്റെ വാല്യൂ ഒന്നും ഇവർക്ക് അറിയത്തില്ല. കുറച്ച് ആൾക്കാർ അവർ പറയുന്ന പോലെ വൈകുന്നേരം തീരുന്നിട്ട് എന്തെങ്കിലും തട്ടിയിട്ട് പോകുന്ന പോക്കിലാണ് ഇത് സംഭവിക്കുന്നത്. പറയാൻ എന്താ പറയുക, ഈ പൊഴി അശാസ്ത്രീയമായ പണി മുതൽ ഈ സമയം വരെയുള്ള പ്രശ്നം 2 സൈഡിൽ 2 രാഷ്ട്രീയക്കാർക്കും ഇതിൽ പങ്കുണ്ട്. കലുഷിതമായ കടലിൽ ഈ പറയുന്ന ലൈഫ് ജാക്കറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ പോയി എക്സ്പീരിയൻസ് ഉള്ള നമ്മുടെ പഴയ ആൾക്കാർ, പഴയ ഫിഷർമാൻമാർ, പിന്നെ മീൻപിടുത്തക്കാർക്ക് ഇവിടെ ഈ പൊഴിയുടെ ഈ ഒരു പിന്നെ പ്രദേശത്ത് വരുമ്പോൾ ഉണ്ടാകുന്നതിൻ്റെ പ്രശ്നം എന്താണ്? ശരിക്കും അടിസ്ഥാനപരമായിട്ട് എന്താണ് അതിലുണ്ടാകുന്ന ഇത് ഉൾക്കടലിൽ പോലും അവർക്ക് ശരിക്കും അത്രയും എക്സ്പീരിയൻസ് ഉള്ളവർ എങ്ങനെയാണ് ഇവിടെ പരാജയപ്പെടുന്നത്? ഇത് ശരിക്കും എത്ര എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായാലും നമുക്ക് കടലിൽ നമുക്ക് ലൈഫ് ജാക്കറ്റിൻ്റെ ആവശ്യമില്ല. ഇനി എത്ര കാറ്റും കോളും വന്നാലും നമുക്ക് ലൈഫ് ജാക്കറ്റിൻ്റെ ആവശ്യം കടലിലില്ല. ഈ പുലിമുട്ട് തുടങ്ങിയ അന്ന് മുതൽ ഇതിനകത്ത് നമ്മളറിയാത്ത ചുഴി ഏരിയ ഉണ്ട്. ഇതിനകത്ത് വെള്ളം മറിഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വീണ് കഴിഞ്ഞാലും നമുക്ക് ഒരാളൊന്ന് തളർന്ന് വീണ് കഴിഞ്ഞാൽ ഒരാൾ സാധാരണ തറയെ ചവിട്ടി പൊങ്ങി എന്ന പരിപാടിയുണ്ട്, അല്ലാതെ നിലവെള്ളം ചവിട്ടി പൊങ്ങുന്ന പരിപാടിയുണ്ട്. പക്ഷേ അതിനകത്ത് ചുഴി കാരണം നമുക്കിത് രണ്ടും സ്റ്റെപ്പ് എടുക്കാൻ പറ്റത്തില്ല. എത്ര നീന്തൽ അറിയുന്നവരെന്നായാലും ഈ പറഞ്ഞതിൽ ചിലപ്പോൾ വീഴുമ്പോഴത്തേക്കും വെള്ളത്തിൽ എവിടെയെങ്കിലും തല എവിടെയെങ്കിലും തട്ടിയിട്ടായിരിക്കും വീഴുന്നത്. അന്നേരം ഈ പറയുന്ന പോലെ ഹൈ പവറിലെടുത്ത് പൊങ്ങി വരാനൊന്നും പറ്റത്തില്ല. പിന്നെ കുറച്ച് ബോധം വന്ന് നീന്തിയാലും ഈ പറഞ്ഞ പോലെ കരയെത്തുന്നതിന് മുമ്പേ ഇപ്പോൾ ഒരു പുള്ളി നേരെ നമ്മളെ കല്ലിനോടെ നീന്തി എത്തുകയാണ്. പക്ഷേ പുള്ളി താന്നു പോയി.
ഈ പറയുന്ന പോലെ ഒരു അടിയോ ഇടിയോ കിട്ടിയെന്ന് പറഞ്ഞാൽ എത്ര നീന്തൽ അറിയുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഈ മരിച്ചവരെല്ലാവരും നല്ല നീന്തൽ അറിയുന്നവരാണ്. നീന്തൽ അറിയാത്ത ആരും ഇവിടെ മരിച്ചിട്ടില്ല. ഇതിൻ്റെ അശാസ്ത്രീയമായ പണിയിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ പോലും അറിയാത്തത് ചുഴി ഇതിനടിയിലുണ്ട്. വേലി ഇറക്ക സമയത്ത് ഭയങ്കര ഡേഞ്ചറാണ്. ഈ വേലി ഇറക്ക സമയത്തും രാത്രിയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചിരിക്കുന്നത്. പകൽ പിന്നെ വള്ളങ്ങൾ കയറിറങ്ങുകയും ചെയ്യുന്നതുകൊണ്ട് അടുത്ത ആൾക്കാർക്ക് പോയി രക്ഷപ്പെടുത്താൻ പറ്റും. തൊട്ടടുത്ത് കയറിറങ്ങുകയും ചെയ്യുന്നുണ്ട്. വെള്ളം അകത്തോട്ടും പുറത്തോട്ടും പോകുന്നുണ്ട്. ഒരാൾ വെള്ളത്തിൽ കിടന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റും. പക്ഷേ അങ്ങനെ ഈ പറഞ്ഞ പോലെ ഒരു 85 ആൾക്കാരുടെ നിലവിൽ മരിച്ചതാണ്. 500-ൽ പതിയെ ആൾക്കാർ ഈ പറഞ്ഞ പോലെ അപകടം പറ്റി ജസ്റ്റ് രക്ഷപ്പെട്ട ആൾക്കാർ 500-ൽ പല ആൾക്കാരുണ്ട്. അല്ല, ഈ അശാസ്ത്രീയതയ്ക്കെതിരെ ഇതിൻ്റെ ഒരു സംവിധാനം ഒരുക്കിയപ്പോൾ തന്നെ പിന്നെ ഇത്രയും നല്ലൊരു പീരീഡ് എടുത്താണല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ അതിന് വേണ്ടുന്ന ഒപ്പോസിഷൻസ് ഉണ്ടായിട്ടുണ്ടോ ഇവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഫിഷർമാൻമാരുടെ ഭാഗത്തു നിന്നോ? നാട്ടുകാർ കൊടി വയ്ക്കി തന്നെ സമരം നടത്തിയെന്നൊന്നും ഒരു വാല്യൂ ഇല്ലാണ്ട് പോയ സ്ഥലമാണിത്, ഈ മുതലപ്പുഴി. കാര്യം ഇവിടെ നാട്ടുകാർ കുറഞ്ഞ ആൾക്കാരാണ് അവിടെ 5 മൂല്യങ്ങളുള്ള കുറച്ച്, എന്നിട്ടും എന്തുമാത്രം അവിടെ സമരം നടത്തിയെന്നറിയോ? സമരം നടത്തിയെന്ന് പറഞ്ഞാൽ ചെറിയ സമരമൊന്നും അല്ല നടത്തിയത്. നല്ല ട്രെയിൻ പിക്കറ്റിങ്ങും ഈ പറഞ്ഞ പോലെ റോഡ് തടയലും നല്ല സമരമാണ് ഇവിടെ നടത്തിയത്. പക്ഷേ ഇതിലൊന്നും വലിയ വാല്യൂ ഇല്ലാണ്ട് പോയി. ഇവർ ഈ പറഞ്ഞ ഈ നാടിനെക്കുറിച്ചൊരു ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഹാർബറിൻ്റെ പണി ചെയ്യുന്നുണ്ട്, ആ നാടിനെക്കുറിച്ച് ആൾക്കാരുടെ അടുത്ത് ആദ്യം പഠിക്കാൻ ശ്രമിക്കണം. ഇവരത് ശ്രമിച്ചിട്ടില്ല. ഇന്നും ഇവർ എക്സ്പീരിയൻസ് വെച്ചാണ് ഇതെല്ലാം ചെയ്യണത്. ഇന്നടത്ത് ചെയ്തു, അല്ലെങ്കിൽ ബോംബെ ചെയ്തു, അല്ലെങ്കിൽ ചെന്നൈ ചെയ്തു. പക്ഷേ നമ്മൾ ഇവിടെ നിന്നുള്ള തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ആഴക്കടലാണ്. ആഴക്കടലിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ശാസ്ത്രീയമായി പഠിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ വിഴിഞ്ഞ ഹാർബർ ചെയ്തിരിക്കുന്നത്, അവിടെ മുട്ടടിച്ച് ഇപ്പോൾ ഇതേപോലെ ചെറിയ ഹാർബറൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലല്ലോ അവിടെ. പക്ഷേ ഇത് അതേപോലെ ഇവർക്ക് ഇവിടെയും ചെയ്യാം. പക്ഷേ വെറുതെ സർക്കാരിൻ്റെ പൈസ വെള്ളത്തിൽ കളയുന്ന പരിപാടിയാണ് ചെയ്തിട്ടുള്ളത്. ശാസ്ത്രീയമായ പഠനമില്ലാതെ തന്നെ അതിന് വേണ്ടിയിട്ട് മുതിരുന്ന കൊണ്ടാണോ ഇങ്ങനെ വന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു സന്ദേശം ഇത് സമർപ്പിക്കാനുണ്ടോ? ശാസ്ത്രീയമായി ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ചൊരു അവബോധം ഈ ഒരു ഗാർഡെന്നുള്ള രീതിക്കുണ്ടോ? അല്ലെങ്കിൽ ഈ നാട്ടുകാരൻ തന്നെയല്ലേ നാട്ടുകാരെന്നുള്ള രീതിക്കുണ്ടോ? അതിന് നമ്മളിത് ഓൾറെഡി ഡ്രോയിങ് വരെ വരച്ചു കൊടുത്തിട്ടുണ്ട് ഹാർബർ ഡിപ്പാർട്ട്മെൻറ്റിന്, ഇന്ന രീതിയിൽ ചെയ്യാന്നുള്ളത്. ഇപ്പോൾ അത് കുറച്ച് പേര് ഇപ്പോൾ ആ രീതിക്ക് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ ചെയ്തിട്ട് വന്നിട്ടും കുറച്ച് റോങ് ഉണ്ട് ഇവർ ചെയ്തിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞ കാര്യം 150 മീറ്റർ മുന്നോട്ട് പോയിട്ട് ലെഫ്റ്റ് അടിച്ച് വരണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവർ എനിക്ക് തോന്നുന്നൊരു 85 മീറ്റർ 35 മീറ്റർ കണ്ട് മുന്നോട്ട് പോയിട്ടാണ് ഇപ്പോൾ ഈ ലെഫ്റ്റ് അടിച്ച് വരുന്നത്. അല്ല, അത് എന്ത് അടിസ്ഥാനത്തിൻ്റെ ബേസിലാണ് അങ്ങനെ പോയിട്ട് വരണമെന്ന് പറയുന്നത്? അത് പഠിച്ചിട്ടാണ്. അല്ല, ഇത് നമ്മൾ ഈ ഏരിയ എന്ന് പറഞ്ഞത് ഈ 9 മാസം ഈ തെക്ക് കയറ്റിറക്കം അതാണ്. അപ്പോൾ ഈ 3 മാസം തെക്കുന്ന് അടിക്കുന്ന കടലും ബാക്കി 9 ദിവസം വടക്കുന്ന കടലും വരുന്നത്. പിന്നെ കുറച്ച് നേരിയ കടലെന്ന് പറയും. ഇപ്പോൾ ഇത് 3 പഠിച്ചിട്ടാണ് ഇത് ചെയ്യാൻ. ഇത് ഇവർ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഇത് കല്ലൊക്കെ അടിച്ചിരിക്കുന്നത്. ഇവർ വേറെ എവിടെയൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഈ ഏരിയയെ കുറിച്ച് നല്ല പഠിച്ചിട്ടാണ് ചെയ്യാൻ. പക്ഷേ ഇവർ ഓരോ പ്രാവശ്യം 300 കോടി 400 കോടി അടുത്തൊക്കെ പഠിക്കാൻ ആളെ വെച്ച് ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇവർ ഇപ്പോഴും ശാശ്വതമായൊരു പരിഹാരം എത്തിയിട്ടില്ല. അതായത് നമ്മൾ ഡ്രോയിങ്ങിൻ്റെ ഇവിടെ നാട്ടുകാർ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഡ്രോയിങ് കൊടുത്തിട്ടുണ്ട്. അതെന്താണ് അത് പഠിച്ചിട്ടാണ് ഇത് ബാക്കിയും കൂടെ ചെയ്യണം. ആ ഡ്രോയിങ് കൊടുത്തിരിക്കുന്നത് ശരിക്കും ഇവിടുത്തെ നാട്ടുകാരുടെ തരത്തിലുള്ള ആ എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്കുള്ളവരുടെ ഒരു പഠനത്തിൻ്റെ ബേസിലാണോ? നമ്മുടെ കടപ്പുറത്തിൻ്റെ മക്കളെന്നുള്ള രീതിക്ക് അങ്ങനെയാണോ? അതോ അച്ഛൻ്റെ ബേസിലാണോ? ഇല്ല, ഇവിടെയുള്ള ആൾക്കാരുടെ ബേസ് കാര്യം ഇവർ സ്ഥിരം പണിക്കുമെന്നവരില്ലേ, അവരുടെ ബേസിൽ കുറച്ച് കാര്യങ്ങൾ വരച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ പിന്നെ അവരെയും കൂടെ കുറച്ച് ആടിയിട്ടുണ്ട്. അവർ പഠിച്ച അവരുടെ എക്സ്പീരിയൻസ് അവരും ആടിയിട്ടുണ്ട്, എഞ്ചിനീയേഴ്സുമാരും. അപ്പോൾ ഇത് രണ്ടും കൂടെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഇവർ ചെയ്ത് വരണമെന്നാണ് പറയുന്നത്. ഇനി 225 മീറ്റർ കൊണ്ട് അടിക്കാനുണ്ട് ഇനി കേട്ട്. അപ്പോൾ ഈ കുറച്ചുകൂടെ ഇത് മുന്നോട്ട് അടിക്കുന്നതൊക്കെ പറയുന്നത്. പക്ഷേ ഇത് കറക്റ്റ് ഇത് എന്താ പറയുക, 2 വർഷം കഴിഞ്ഞാൽ ഇവർ ഉദ്ദേശിച്ച പ്ലാൻ എന്താണെന്ന് നമുക്കറിയാൻ പറ്റും. ഇവിടുത്തെ തൻ്റെ മക്കൾ നഷ്ടപ്പെടുന്നതിൻ്റെ ഇതിനകത്ത് രൂപതയ്ക്ക് എന്തെങ്കിലും പിന്നെ ഇതിന് എതിരെ ഉള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ രൂപത? ഓരോ കുടുംബത്തിനും ആര് പോയാലും അപ്പം തന്നെ അതിൻ്റെ റെസ്പോണ്ടിങ്, പള്ളിയായാലും ഇടവകയായാലും ഇവിടുത്തെ മത്സ്യത്തൊഴിലാളിയായാലും എല്ലാവരും അന്നേരം തന്നെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുള്ള വാല്യൂ ഒന്നും ആ കുടുംബത്തിനൊന്നും കിട്ടാറില്ല ഇപ്പോഴും. ഞാൻ ചോദിക്കുന്നത്, ഇത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് അപകടം നടക്കുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിൽ സഭ അതിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അത് ഇവിടുത്തെ വികാരി അച്ഛനോ അല്ലെങ്കിൽ സഭയോ ചേർന്നിട്ട്, ആ ഡയോസസോ ചേർന്നിട്ട്, നിങ്ങളുടെ ഡയോസസ് ചേർന്നിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു തീരുമാനത്തിൽ എത്തുന്ന ഒരു തലത്തിലേക്ക് ഇത് വരുന്നുണ്ടോ? കാര്യം ഇതൊരു നാളെയും മരണങ്ങളുടെ ഒരു കെണിയായി ബാക്കി നിൽക്കുന്നതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഏറ്റവും കൂടുതലും ഈ പറഞ്ഞ ഈ മരണങ്ങൾ നടക്കുമ്പോഴും ഈ പ്രശ്നങ്ങൾ എന്ത് സമരം എടുക്കുന്നതും ഈ ഇടവക എന്ന് പറഞ്ഞ സഭയും അച്ഛന്മാരും നമ്മളപ്പുറത്താണ് മുസ്ലിം സഹോദരങ്ങളാണ്, അവരുടെ മൗലിയർ എല്ലാവരും കൂടെ ചേർന്നാണ് നടത്തുന്നത്. ഇതിപ്പോൾ മത്സ്യത്തൊഴിലാളി എന്ന സംഘടന ചേർന്നാണ് നടത്തുന്നത്, അല്ലെങ്കിൽ ഇന്ന കാറ്റഗറിയൊന്നുമില്ല. മത്സ്യത്തൊഴിലാളി എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ഇവരിപ്പോൾ അവരെ പെരുമാൾ സൈഡാണെങ്കിൽ അവരെ മൗലിയർ അവരെ ഇടപെട്ടാണ് കാര്യം നടക്കുന്നത്. നമ്മളെ ഈ സൈഡാണെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ അച്ഛന്മാർ ഇടപെട്ടാണ് കാര്യങ്ങളും എല്ലാം ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട്. പക്ഷേ എത്രത്തോളം കൃത്യമായിട്ട് അവിടെ നിന്ന് കാര്യങ്ങൾ നടത്തുന്നില്ല സർക്കാരിൻ്റെ സൈഡിൽ നിന്ന്.
രണ്ട് സർക്കാർക്കും ഇതിനകത്ത് പങ്കുണ്ട്. സർക്കാരിന് ഇതിന് വേണ്ടുന്ന തരത്തിലേക്ക് ഒരു നിവേദനമോ ഇത് അങ്ങനെ എന്തെങ്കിലും സമർപ്പിച്ചിട്ടുണ്ടോ നാട്ടുകാരുടെ ഭാഗത്തു നിന്ന്? അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഓരോ സമരം നടക്കുമ്പോഴെല്ലാം നിവേദനം. അപ്പോൾ ഫിഷറീസിൻ്റെ മന്ത്രി എന്നുള്ള രീതിക്ക് അത് വകുപ്പിൻ്റെ ആളെന്താണ് പറയുന്നത്? മന്ത്രി എന്നുള്ള തരത്തിൽ അതിനൊരു റെസ്പോണ്ടേഷൻ എന്തെങ്കിലും ഉണ്ടായതായിട്ട് ഉണ്ടോ? തന്നെയാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. റെസ്ക്യൂ ടീം ആയാലും എല്ലാം സൈഡിൽ നിന്ന് അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. എല്ലാം ചെയ്യേണ്ടത് ഒരുപടി മുന്നേ ആയിരിക്കണമല്ലോ. ഒരു മരണം ഇനി ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ആ രീതിക്കുള്ള കാര്യം. ഇവിടെ മരിച്ചതെന്ന് പറഞ്ഞത് 1-2 ആളല്ല, 85 പേര്, 2 കൂടി 87 ആളെന്ന് പറഞ്ഞത് 87 കുടുംബത്തിലെയും മെയിൻ ആൾക്കാരൊക്കെയാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് ഇനിയൊരു മരണം ഉണ്ടാകാത്ത രീതിയിൽ ഇതിനെക്കുറിച്ച് നല്ല പഠിച്ചിട്ട് ഈ പൊഴി ഒന്ന് സെറ്റാക്കുക എന്നുള്ളത് അവരെയും കൂടെ ഉത്തരവാദിത്വമില്ലേ. അപ്പോൾ ഇപ്പം തന്നെ എന്തുമാത്രം ലക്ഷങ്ങളാണ് ഈ വെള്ളത്തിൽ കളയുന്നവർ. അപ്പോൾ ആ പൈസയൊക്കെ മതിയെന്ന് ഈ ഹാർബറൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കാൻ. ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഹെലികോപ്റ്റർ, കപ്പൽ ഇതൊക്കെ വന്ന് നോക്കുന്നത് അതിന് എന്തുമാത്രം ചിലവെന്ന് അറിയും. അതിൻ്റെ പകുതി ചിലവെടുത്ത് ഇവർക്ക് ഈ സാധനം സെറ്റാക്കി എടുക്കേണ്ട സമയം കഴിഞ്ഞ്. ഇനിയിപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാനും പരാതി പറയാനേ പറ്റൂ. ഇത് ചെയ്യേണ്ട ആൾക്കാർ ഇത് മൊത്തത്തിൽ ചെയ്തു തന്ന വിഷയമില്ല. ഒരു ഗാർഡെന്നുള്ള രീതിയിലുള്ള താങ്കളുടെ വൈകാരികത അങ്ങേയറ്റം മനസ്സിലാക്കുന്നു. ഈ ഒരു വിഷയത്തിൽ സഹകരിച്ചതിന് നന്ദി. ഒരു നൂലാമാലകളുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. മുതലപ്പൊഴി അടുത്തിടെയായി മരണപ്പൊഴിയായി മാറിയിരിക്കുകയാണ്. പ്രദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ അഭിപ്രായം തേടിയാണോ ഇവിടെ കല്ലുകൾ ഇട്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായി പഠിച്ച ശേഷമേ സർക്കാർ മുന്നോട്ട് പോവുകയുള്ളൂ എന്നും മന്ത്രി ഉറപ്പു നൽകി. മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കരയോട് ചേർന്നാണ് ഇവിടെ അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനങ്ങൾ ഉണ്ടാകുമെന്നും പ്രദേശത്തെ ജനങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്തിക്കൊടുക്കുവാൻ സർക്കാർ തയ്യാറാകും. അതിനുവേണ്ടി സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്നും മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി. UDF സർക്കാർ മത്സ്യത്തൊഴിലാളികൾക്കൊപ്പമാണ് ഉള്ളത് എന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ അവിടുത്തെ ജനങ്ങളുടെ ആശങ്കകൾ പരിഹരിക്കുവാനോ അവരുടെ കണ്ണീരൊപ്പുവാനോ പല പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴും ജനപ്രതിനിധികൾ അടക്കമുള്ള ആൾക്കാർ തയ്യാറാകാത്തതാണ് ഇത്രയധികം കടലിൻ്റെ പ്രശ്നങ്ങൾ രൂക്ഷമാകുന്നത് എന്നതാണ് അവിടുത്തെ ജനങ്ങൾ ഞങ്ങളോട് സംസാരിച്ചത്. പല വിഷയങ്ങളും പല പ്രശ്നങ്ങൾ ഇത് മാത്രമല്ല, അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ കടലുമായി ബന്ധപ്പെട്ട പല രീതിയിലുള്ള പ്രശ്നങ്ങളുമുണ്ട്. കടൽക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ട്രോളിംഗ് നിരോധന സമയത്തും അവിടുത്തെ ജനങ്ങൾ പട്ടിണിയിലാണ്, കൊടും ദാരിദ്ര്യത്തിലാണ്. മുതലപ്പുഴയുടെ പരിസരത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ ഏതാനും നാളുകളായി ഇവിടെ നിരന്തരമായ അപകടങ്ങൾ ഉണ്ടാവുകയാണ്. ഇതുവരെ 84 ജീവനുകളാണ് നമുക്കിവിടെ നഷ്ടപ്പെട്ടത്. അതിൽ ഭൂരിഭാഗവും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയത്. 84 കുടുംബങ്ങളാണ് അനാഥമായിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസവും 4 ആളുകളെയാണ് ഇവിടെ നിന്ന് വള്ളം പറഞ്ഞ് കാണാതായത്. ഇവിടെ പുലിമുട്ടുകളുടെ അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഈ അപകട കാരണമെന്ന് ഈ പ്രദേശത്തുള്ളവരും കടലിനെക്കുറിച്ച് ശാസ്ത്രീയമായി അറിയാൻ കഴിയുന്നവരുമെല്ലാം അധികാരികളെ ബോധ്യപ്പെടുത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അധികാരികളുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഉണ്ടാവുന്നില്ല. നിരന്തരമായി ജീവനുകൾ നഷ്ടപ്പെട്ടിട്ടും ഇതിൽ ഉണർന്ന് പ്രവർത്തിക്കുന്നതിനോ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ഗൗരവമായിട്ടുള്ള ചർച്ച പോലും നടക്കുന്നില്ല. ഇവിടെയുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഈ പുലിമുട്ട് നിർമ്മാണത്തെ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളും ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് അടിയന്തരമായി ഇതിൽ നിർമ്മാണത്തിൽ അതിൻ്റെ ഡിസൈനിങ്ങിൽ മാറ്റം വരുത്തി ഇനിയും ജീവനുകൾ നഷ്ടപ്പെടാതിരിക്കാനുള്ള സത്വരമായ ശ്രദ്ധ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കടലിൻ്റെ മക്കളെ ചേർത്ത് പിടിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇന്നുള്ളത്. അതാണ് നമ്മുടെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. അങ്ങനെ ആവുമ്പോൾ ഇന്നലെ ഇവിടെ നഷ്ടപ്പെട്ട ജീവനുകൾ അവസാനത്തേതാവട്ടെ, ഇനിയൊരു ജീവൻ കൂടി ഇവിടെ പൊലിയാതിരിക്കട്ടെ. ഗവൺമെൻറ് കടലിൻ്റെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കടലിൻ്റെ മക്കളുടെ അഭിപ്രായങ്ങളും ഈ പ്രദേശത്ത് ജീവിക്കുന്നവരുടെ കടലിനെക്കുറിച്ച് ആഴത്തിൽ അറിവ് നേടിയവരുടെ ആയി സംസാരിച്ച് അവരുമായി ചർച്ച ചെയ്ത് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഒരു അശാസ്ത്രീയ നിർമ്മിതികളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് ഇവിടെ സുരക്ഷിതമായ മത്സ്യബന്ധനം ഉറപ്പാക്കാൻ സർക്കാരിൻ്റെ ഭാഗത്ത് അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് കേരള ഡെമോക്രാറ്റിക് പാർട്ടി ആവശ്യപ്പെടുന്നത്. മാറി മാറി വരുന്ന സർക്കാരുകൾ കൊണ്ടുവരുന്ന പരിഷ്കാരങ്ങളാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ ദുഃഖകരമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പരിഷ്കാരങ്ങളല്ല ഈ മേഖലയ്ക്ക് അത്യാവശ്യം എന്നുള്ളതും അതിൻ്റെ ശാസ്ത്രീയമായ വശം ഏതാണെന്ന് ഇതുവരെയും കണ്ടെത്താൻ
ഇതിൻ്റെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് മുതലപ്പൊഴിയിൽ നിരന്തരമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളുടെ മരണം. അപ്പോൾ ഇതിനകത്ത് തൊഴിലാളികൾ പറയുന്നത് ഇത് അശാസ്ത്രീയമാണ്. എന്താണ് ഈ അശാസ്ത്രീയത എന്ന് കണ്ടെത്തേണ്ടതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അവരുടെ ജീവിതാനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ്. മുൻകാലങ്ങളിൽ ഈ സ്ഥലം ഉണ്ടായിരുന്നു, ഇവിടെ മത്സ്യബന്ധനം നടത്തിയിരുന്നു, പക്ഷേ ഇത്ര കണ്ട അപകടകരമായ രീതിയിലേക്ക് ഈ അഴിമുഖം പോയിട്ടില്ല. അതുകൊണ്ടാണ് അവരവരുടെ ജീവിതാനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ പഴയ കാലവും ഇപ്പോഴും തമ്മിലുള്ള ഒരു താരതമ്യ പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് പറയുന്നത് ഇത് തികച്ചും അശാസ്ത്രീയമാണ്. ഇതിൻ്റെ ശാസ്ത്രീയമായ വശം കണ്ടെത്താൻ ഗവൺമെൻറ് സത്വര നടപടികളും മാർഗങ്ങളും സ്വീകരിക്കണം. കേരളത്തിലെ ഈ മേഖലയിൽ കടലോര വികസന പദ്ധതികൾ അതിനൊരു കോർപ്പറേഷൻ തന്നെ രൂപീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കോർപ്പറേഷൻ ഇതിൻ്റെ ശാസ്ത്രീയമായ കാര്യം കണ്ടെത്താൻ അവർ മുന്നോട്ട് വരണം. അവരാണ് ഇതിൻ്റെ ഇനി ഈ കോസ്റ്റൽ ബെൽറ്റിൻ്റെ യഥാർത്ഥ രക്ഷകരായി അവർ മാറണം. അതിനുവേണ്ടി അവർ ഈ തൊഴിലാളികളുടെ ആവശ്യങ്ങളും അവശതകളുമൊക്കെ ശരിക്കും ആഴത്തിൽ മനസ്സിലാക്കി ഈ ആഴക്കടൽ അപകടത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് പ്രത്യേകിച്ച് ഇതുപോലുള്ള ഈ പ്രദേശങ്ങളിലുള്ള മത്സ്യബന്ധനവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളുകൾ ഏകദേശം 10-600 കിലോമീറ്ററോളം കേരളത്തിൻ്റെ ഈ അറബിക്കടൽ അതിരിടുന്ന കേരള തീരത്ത് 10-30 ലക്ഷത്തിലേറെ മത്സ്യത്തൊഴിലാളികൾ ഇവിടെ ഇതല്ലാതെ വേറൊരു വരുമാന മാർഗമില്ല. അങ്ങനെ ഈ മത്സ്യത്തിൻ്റെ മണമുള്ള മനുഷ്യരുടെ മക്കളെ സംരക്ഷിക്കുവാൻ സർക്കാരുകൾ പ്രത്യേകിച്ച് ഈ നിലവിലുള്ള സർക്കാർ മുന്നോട്ട് വരും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിന് കേരള ഡെമോക്രാറ്റിക് പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും സർക്കാരിന് നൽകാനും ഞങ്ങൾ തയ്യാറാണ്. നമ്മളിപ്പോൾ ഈ മുതലപ്പൊഴി എന്ന സ്ഥലത്ത് വന്നപ്പോൾ വേദനാജനകമായ ഒരു കാര്യമെന്ന് പറയുന്നത് പ്രതീക്ഷയോടുകൂടി തീരത്തോടണയുകയായിരുന്നു അവർ, ആ മത്സ്യത്തൊഴിലാളികൾ. അതായത് ഏകദേശം ഒരു 50 മീറ്റർ ഉള്ളു തീരം അവരുടെ മത്സ്യബന്ധനം നടത്തി വരുന്ന മീനുകൾ വിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ. ആ സമയത്താണ് വള്ളത്തിൽ നിന്ന് തെറിച്ചു പോയത്. കാരണം കാറ്റ് കൂടിയതുകൊണ്ട് അശാസ്ത്രീയമായ ഈ പുലിമുട്ട് നിർമ്മാണത്തിൽ വന്ന പാളിച്ച കൊണ്ട് കാറ്റ് കൂടുകയും വള്ളം കീഴ്മേൽ മറിയുകയും ചെയ്തു. അതിൽ നിന്നും 2 പേര് തെറിച്ചു പോവുകയാണ് ഉണ്ടായത്. ബാക്കിയുള്ളവർ നീന്തി രക്ഷപ്പെട്ടു. പക്ഷേ വളരെ പ്രതീക്ഷയോടുകൂടി തങ്ങളുടെ കുടുംബത്തിൽ അണയാനുള്ള ആവേശത്തിൽ വന്നപ്പോഴാണ് അത് വളരെ വേദനാജനകമായ ഒരു സംഭവമായി നമുക്ക് തോന്നുന്നു. കാരണം ഇത്രയും പ്രതീക്ഷയോടുകൂടി ഈ ആഴക്കടലിലും അല്ലാത്ത സ്ഥലത്തും പോയി മത്സ്യബന്ധനം നടത്തി ഉപജീവനം നയിക്കുന്ന ഇവർ സ്വന്തം കുടുംബത്തിലെത്താൻ വേണ്ടി വളരെയധികം അടുത്തെത്തുമ്പോഴാണ് ഈ അപകടസ്ഥിതി ഉണ്ടായത്. അത് എന്താണെന്ന് പരിശോധിച്ച് ഈ പുലിമുട്ട് നിർമ്മാണത്തിലുള്ള അപാകത പരിഹരിക്കണമെന്നും ഈ ഗവൺമെൻറ്റിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. കാരണം ഈ ഗവൺമെൻറ് എന്ന് പറയുന്നത് വളരെ ചുറുചുറുക്കുള്ള ടീം UDF വളരെ ചുറുചുറുക്കുള്ള മന്ത്രിമാരോടുകൂടി ശ്രീ വി ഡി സതീശൻ കൊണ്ടുപോകുന്ന ഒരു ഗവൺമെൻറ്റാണ്. അവരിത് വേണ്ട രീതിയിൽ കൈകാര്യം. ഇപ്പോൾ ഫിഷറീസ് മന്ത്രി ആയിക്കോട്ടെ ചെറുപ്പക്കാരനാണ്, ഇറിഗേഷൻ മന്ത്രി ആയിക്കോട്ടെ വളരെ ഊർജ്ജസ്വലതയുള്ള ഒരാളാണ്, ആരോഗ്യമന്ത്രി, എല്ലാ മന്ത്രിമാരും തന്നെ വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്നവരാണ്. ഒരു കൂട്ടായ തീരുമാനമെടുത്ത് ഈ മത്സ്യത്തൊഴിലാളികളെ ഈ സ്ഥിരമായ ഈ അപകടത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ട നിയമ നടപടികളും അതോടൊപ്പം പ്രവർത്തനങ്ങളും ആരംഭിക്കണമെന്ന് പ്രത്യേകമായി ഈ സർക്കാരിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. നന്ദി. ശാസ്ത്രീയമായ ഈ പുലിമുട്ട് നിർമ്മാണം ശാസ്ത്രീയമായ രീതിയിൽ ആക്കി ഇവിടെ പൊലിഞ്ഞുപോയ ജീവനുകൾക്ക് ശേഷം ഇനിയൊരു ജീവൻ പൊലിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സത്വരമായ എല്ലാ നടപടികളും നമ്മുടെ ഇപ്രാവശ്യത്തെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ടീം UDFൻ്റെ നേതൃത്വത്തിലുള്ള ഈ മന്ത്രിസഭയ്ക്ക് കഴിയും. അവർ എത്രയും പെട്ടെന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് എത്രയും പെട്ടെന്ന് ഈ പുലിമുട്ട് നിർമ്മാണം ശാസ്ത്രീയമായ രീതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സത്വര നടപടികൾ സ്വീകരിക്കുമെന്നും അതിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ കേരള ഡെമോക്രാറ്റിക് പാർട്ടി സർവ്വസജ്ജമായി UDFൻ്റെ കൂടെ ഉണ്ടാവുമെന്നും ഞാൻ അഭ്യർത്ഥിക്കുന്നു.
മാത്രമല്ല അവരുടെ വീടുകൾ കടലെടുത്തു പോകുന്നു. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴും അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങുവാൻ വേണ്ടിയിട്ട് പ്രതിനിധികൾ തയ്യാറായില്ല എന്നതാണ് അവരെ സംബന്ധിക്കുന്ന ഏറ്റവും വലിയ ആശങ്ക. ഓക്കി ഉണ്ടായപ്പോഴും മറ്റും നമ്മൾ മാധ്യമങ്ങളിലൂടെ തന്നെ പലരും കണ്ടിട്ടുണ്ടാകും അവിടെ എങ്ങനെയാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആൾക്കാർ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് എന്ന്. കടൽ ക്ഷോഭത്തേക്കാൾ വലിയ ക്ഷോഭമായിരുന്നു അന്ന് ജനങ്ങൾക്കുണ്ടായിരുന്നത്. ആ രീതിയിൽ ഇപ്പോഴും വലിയ ആശങ്കകളാണ് മത്സ്യത്തൊഴിലാളികൾക്ക് ഉള്ളത്. മത്സ്യത്തൊഴിലാളികളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം തന്നെ ശാശ്വതമായ രീതിയിൽ ഒരു പരിഹാരം കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ സർക്കാർ പൂർണ്ണാർത്ഥത്തിൽ ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ശാശ്വതമായ പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും എന്നാണ് CP ജോൺ ഇപ്പോൾ ഉറപ്പു നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി കൂടിയായ താൻ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചയിൽ ഉയർന്നു വന്ന കാര്യങ്ങളിൽ മത്സ്യത്തൊഴിലാളി പ്രതിനിധികൾക്കും കൗൺസിലിനും ബോധ്യമാകുന്ന രീതിയിലാകും സർക്കാരിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ. ഡെപ്യൂട്ടി കളക്ടർ, ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ എന്നിവർ ഉൾപ്പെടെ 15ഓളം പേർ പങ്കെടുത്ത ചർച്ചയിൽ ജനങ്ങളും സർക്കാരും ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. നാളെ രാവിലെ 5:45 വീണ്ടും തിരച്ചിൽ ആരംഭിക്കുമെന്നും തുടർന്ന് താൻ വീണ്ടും സ്ഥലത്തെത്തുമെന്നും മന്ത്രി അറിയിച്ചിരിക്കുകയാണ്. എന്തായാലും മുതലപ്പുഴയുടെയും അഞ്ചുതെങ്ങ് മേഖലയിലെയും ഒക്കെ പ്രശ്നങ്ങൾക്ക് വളരെ ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് സർക്കാരും അതോടൊപ്പം തന്നെ ജനങ്ങളും.